വീട്ടിലെത്തിയ ആതിര എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. ആദിയുടെ അവസ്ഥ മനസ്സിലാക്കിയ കാർത്തി അവളെ പതിയെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് തുടർന്നു. എൻ്റെ ആദി, താൻ ഇങ്ങനെ ടെൻഷൻ ആവുകയൊന്നും വേണ്ട. വിവാഹമെന്ന് പറയുന്നത് എന്നാണെങ്കിലും നടക്കേണ്ട ഒരു കാര്യമല്ലേ. അത് കുറച്ച് നേരത്തെ നടന്നുവെന്ന് വിചാരിച്ചാൽ മതി. അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവൻ അവളെ ആശ്വസിപ്പിച്ചു. അവൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിനെയും അല്പം തണുപ്പിച്ചിരുന്നു. ഇതേ സമയം തന്നെ അവരുടെ ബെഡ്റൂമിൻ്റെ ഡോറിൽ ആരോ ആഞ്ഞു തട്ടി. അത് കേട്ടതും അവൻ അവളെ ഒന്ന് നോക്കി. വല്യമ്മയോ സാവിത്രിയമ്മയോ ആകും. അല്ലാതെ ഈ നേരത്ത് ഇവിടെ വന്ന് കൊട്ടാനായി. ഈ വീട്ടിൽ വേറെ ആരും താമസിക്കുന്നില്ലല്ലോ. അത്രയും പറഞ്ഞുകൊണ്ട് ഡോർ തുറക്കാനായി മുൻപിലേക്ക് നടന്നു. ഒപ്പം എന്താണെന്നറിയാൻ ആദിയും. ഡോർ തുറന്നതും കാർത്തി കണ്ടത് ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന അവൻ്റെ വല്യമ്മയാണ്. അതിൽ നിന്നും ആദ്യ റൂമിലേക്ക് വന്നതൊന്നും അവർക്ക് പിടിച്ചിട്ടില്ലെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്ന് അവന് മനസ്സിലായെങ്കിലും അതൊന്നും അറിയാതെ അവൻ സംസാരിക്കാനായി തുടങ്ങി. എന്താ വല്യമ്മേ? അത് ഞങ്ങളല്ലേ കാർത്തി നിന്നോട് ചോദിക്കേണ്ടത്. എന്ത്? അവനൊന്നും അറിയാത്തതുപോലെ അവരോട് ചോദിച്ചു. ഈ പെണ്ണെന്താ നിന്റെ മുറിയിൽ? സാവിത്രി കൂടുതൽ ചോദ്യങ്ങളില്ലാതെ എടുത്തടിച്ച പോലെ അവനോട് ചോദിച്ചു. കൊള്ളാം, എൻ്റെ ഭാര്യയായ ആദി എന്നോടൊപ്പം എൻ്റെ മുറിയിലല്ലാതെ നിങ്ങൾക്കൊപ്പം കിടക്കാൻ വരാൻ പറ്റുമോ? ഭാര്യയോ? ആരുടെ? ഈ കാർത്തിയുടെ ഭാര്യ, ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ കുഞ്ഞു താലിമാല എടുത്ത് അവർക്ക് കാണാവുന്ന രീതിയിൽ പുറത്തേക്കിട്ടു. നീ നിന്റെ ഭാര്യയാണ് ഇവളെന്ന് സ്വയം പറഞ്ഞാൽ പോരാ, അത് ഈ നാട്ടുകാരും മനക്കിലുള്ളവരും ഒരുപോലെ അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ അവൾ നിന്റെ ഭാര്യയാകൂ. അതുവരെ ആതിരയും മറ്റൊരു റൂമിൽ കഴിയട്ടെ. ഓ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അവൻ അവരോട് പുച്ഛത്തോടെ ചോദിച്ചതും സാവിത്രിയുടെ സ്വരമുയർന്നു. അതെ, അങ്ങനെ തന്നെ. അതിലിനി കൂടുതലായിട്ടൊന്നും പറയണ്ട. നിന്റെയും അവളുടെയും ജാതകം നോക്കി ഇവളെ മനക്കലെ മരുമകളാക്കണം. അതുവരെ ഇവളാ ചായ്പിലെങ്ങാനും കഴിയട്ടെ. അത് സാവിത്രി അമ്മയാണോ തീരുമാനിക്കുന്നേ? അവനൽപ്പം ദേഷ്യത്തോടെ ചോദിച്ചു. മോനെ, ഇതൊക്കെ ഈ നാട്ടുകാരറിഞ്ഞാ? അറിഞ്ഞാലെന്താ? ആദ്യേ ഞാൻ എൻ്റെ ഭാര്യയാക്കി മാറ്റിയത് ഈ നാട്ടുകാരുടെ മുൻപിൽ വച്ചാ. അവർക്കൊക്കെ അത് കണ്ട് ബോധ്യമാവുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം എനിക്കാരെയും ഇനി പ്രത്യേകിച്ച് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണ് എന്നോടൊപ്പം എൻ്റെ റൂമിൽ തന്നെ കഴിയും. അവർ അവരോട് തീർത്തു പറഞ്ഞതും അതേസമയം തന്നെ സാൻവിക ഒരു ഗ്ലാസ് പാലുമായി അവരുടെ അരികിലേക്ക് നടന്നു വന്നു. അത് കണ്ടതും രാധികയുടെയും സാവിത്രിയുടെയും മുഖം ഒരു കൊട്ട പോലെ വീർത്തു. കാർത്തിയേട്ടാ, ഏട്ടത്തി, അകത്തേക്ക് പോകല്ലേ. കാർത്തി ആതിരെ കൂട്ടി അകത്തേക്ക് കയറാൻ തുനിഞ്ഞതും സാൻവി അവർക്ക് കേൾക്കാനായി വിളിച്ചു പറഞ്ഞതും രാധിക അവളെ ദേഷ്യത്തോടെ നോക്കി. അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് ചെറുചിരിയോടെ ആദിക്ക് കൈമാറി. എന്തിനാ സാൻവി മോളെ ഇതൊക്കെ? അത് കണ്ട് കാർത്തി അവളോട് ചോദിച്ചു. വേണം കാർത്തിയേട്ടാ, ഒരു വിവാഹമാകുമ്പോൾ അതിനതിൻ്റേതായ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് തന്ന് കൂടെ നിൽക്കേണ്ടവർ തന്നെ ശത്രുക്കളാകുമ്പോൾ. അവൾ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ ഒരു നിമിഷം അവനെ നോക്കി. അവളുടെ വിഷമം മനസ്സിലാക്കി അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് തുടർന്നു. എൻ്റെ സാൻവിക്കുട്ടി, നിന്റെ ഏട്ടൻ ഹാപ്പിയായിപ്പോ. ഏട്ടന് കൂട്ടായി ആതിരയില്ലേ. ഇനി മോളുടെ ഏട്ടൻ തനിച്ചല്ല. എന്നെ കാണുന്നത് പോലെ തന്നെ മോൾ ഇവളെയും. അതേട്ടൻ പ്രത്യേകിച്ച് പറയണ്ട, ഇവളെൻ്റെ ഏട്ടത്തിക്കുട്ടിയല്ലേ. അത്രയും പറഞ്ഞുകൊണ്ട് സാൻവി ആദിയുടെ കൈകൾ കവർന്നു. ഇതൊക്കെ കണ്ട് ഉറഞ്ഞു തുള്ളി വീട്ടുകാരും. എന്തൊക്കെയാ സാനു നീ കാണിക്കുന്നേ? നാളും ജാതകവും ഒന്നും നോക്കാത്ത വിവാഹമാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. രാധിക ആ ദേഷ്യത്തിൽ വായിൽ വന്നതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി.
അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ? എൻ്റെ ഏട്ടൻ ഇവരുടെ കഴുത്തിലൊരു താലി ചാർത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം നോക്കിയിട്ട് തന്നെയാകും. അല്ലാതെ എടുത്തടിച്ചതുപോലൊന്നും ചെയ്യുന്നവനല്ല ഈ കാർത്തികേയൻ. പിന്നെ ഏട്ടൻ്റെ ഏട്ടത്തിയെ വിവാഹം കഴിച്ചതിൽ അമ്മയ്ക്കും സാവിത്രിയമ്മയ്ക്കും എന്താ പ്രശ്നം? ജീവിതകാലം മുഴുവൻ ഏട്ടൻ ഇങ്ങനെ ഒറ്റത്തടിയായി ജീവിക്കുന്നത് കാണാനാണോ നിങ്ങൾ ആഗ്രഹിച്ചത്? അവൾ എടുത്തടിച്ചതുപോലെ അവരോട് തിരക്കി. സാൻവി, അമ്മ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. നിങ്ങളുടെയൊക്കെ പെരുമാറ്റം കണ്ടതുകൊണ്ട് ചോദിച്ചു പോയതാ. നീ കൂടുതൽ ചോദിക്കുകയും വേണ്ട. സമയം കുറേ ആയില്ലേ, പോയി കിടന്നുറങ്ങാൻ നോക്ക്. രാധിക അവളുടെ നേരെ ചാടി. അപ്പം നിങ്ങളോ ഈ രാത്രി മുഴുവനും ഏട്ടനെ ഏട്ടത്തെയും മര്യാദ പഠിപ്പിക്കാൻ പോവാണോ? അവൾ അവരോട് പുച്ഛത്തോടെ ചോദിച്ചതും കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ചാടിത്തുള്ളി പുറത്തേക്ക് പോയി. അത് കണ്ടതും സാൻവി ചെറുചിരിയോടെ അവരുടെ നേരെ തിരിഞ്ഞു. ഇതൊന്നും കണ്ട് എൻ്റെ ഏട്ടത്തിക്കുട്ടി പേടിക്കണ്ട. ഇതൊക്കെ അമ്മയുടെയും സാവിയമ്മയുടെയും ചില നമ്പറുകളല്ലേ. അവർ ഒന്ന് പറഞ്ഞാൽ ഏട്ടത്തി നാലെങ്കിലും പറയണം. ഒന്നുമല്ലെങ്കിലും ഒരു കവലച്ചട്ടമ്പയുടെ ഭാര്യയല്ലേ. അവൾ കാർത്തിയെ കളിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഓടി മറഞ്ഞു. ഇതേ സമയം അവളും മനസ്സിലാക്കുകയായിരുന്നു മനക്കൽ കാർത്തികേയൻ എന്ന കവലച്ചട്ടമ്പിയുടെ ജീവിതം. ആദി, നീ ഇപ്പോൾ കണ്ടതാണ് ഈ നാടിനെ വിറപ്പിക്കുന്ന ഈ കാർത്തികേയൻ്റെ ജീവിതം. എൻ്റെ അച്ഛനെയും അമ്മയും ഒരാക്സിഡൻറ്റിൽ എൻ്റെ ചെറുപ്പകാലത്താണ് എനിക്ക് നഷ്ടമായത്. അന്നെനിക്ക് കൂട്ടായി നിന്നത് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമായിരുന്നു. മുത്തശ്ശിയുടെ കാലം കഴിഞ്ഞതും എൻ്റെയും മുത്തശ്ശൻ്റെയും ജീവിതം വല്യച്ഛൻ്റെ ഒപ്പമായിരുന്നു. അവർക്ക് ഞാൻ ശാപം പിടിച്ചവനും. അവൻ തൻ്റെ ജീവിതം ഓരോന്നായി അവളുടെ മുന്നിൽ വെളിപ്പെടുത്താൻ തുടങ്ങി. അതെല്ലാം ക്ഷമയോടെ അവൾ കേട്ടിരുന്നു. വല്യച്ഛനോടൊപ്പം എൻ്റെ ജീവിതം ഏതാണ്ട് നരകതുല്യം തന്നെയായിരുന്നു. അവിടെയും എനിക്ക് താങ്ങായത് എൻ്റെ മുത്തച്ഛൻ തന്നെയാണ്. വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും സാവിത്രിയമ്മയുടെയും സ്വഭാവം അറിയുന്ന മുത്തച്ഛൻ ഈ കാണുന്ന സ്വത്തുക്കളുടെ പകുതി അവകാശിയായി എന്നെ മാറ്റിയിരുന്നു. അതൊന്നും ഇവിടെയുള്ളവർക്ക് ദഹിച്ചിരുന്നില്ല. അതിനെ ചൊല്ലി നിരന്തരം വഴക്ക് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലശേഷം ഇവറ്റകളുടെ ഉപദ്രവം കൂടി വന്നു. അപ്പോൾ ഏട്ടൻ്റെ അമ്മയുടെ വീട്ടുകാരോ? അങ്ങനെ ആരും എനിക്കില്ലടാ. എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് അങ്ങനെ ആരും എന്നെ തേടി വന്നിട്ടില്ല. മുത്തശ്ശി പറഞ്ഞത് അമ്മയൊരു അനാഥയായിരുന്നു എന്നാണ്. എന്നിട്ട് ഏട്ടൻ എന്തിനാ തറവാട്ടിൽ നിന്നും ഇങ്ങോട്ട് മാറിയത്? ആദി അവനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ മോളെ, മുത്തച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ ജീവിതം തീരുമാനിച്ചത് വല്യച്ഛനും വല്യമ്മയുമായിരുന്നു. എനിക്കവരുടെ രീതികളൊന്നും സ്വീകാര്യമായിരുന്നില്ല. അതുമാത്രമല്ല, മുത്തച്ഛൻ്റെ മരണശേഷം എൻ്റെ ചിലവുകളൊക്കെ നടത്താൻ വളരെയധികം ഞാൻ ബുദ്ധിമുട്ടിയിരുന്നു. സത്യം പറഞ്ഞാൽ നീ മേലെടുത്ത് ചെയ്ത പണികളൊക്കെ ഞാനും മനക്കിലുള്ളവർക്ക്, രാധിക അമ്മയുടെ വീട്ടുകാർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു പ്രായമായപ്പോൾ ഇതൊക്കെ എന്തിന് എന്ന ചിന്ത എന്നിലുണ്ടായി. ആരുടെയും സഹായമില്ലാതെ ജീവിക്കണം, അതായിരുന്നു എൻ്റെ ഉള്ളിൽ. അതിനുവേണ്ടി പലതും ഞാൻ കണ്ടില്ലെന്ന് വച്ചു. എന്നെ അന്ന് സഹായിച്ചത് ലീലാമ്മച്ചിയും രാമച്ചനുമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ സുഹൃത്തുകൂടിയായിരുന്നു രാമച്ചൻ. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെയാണ് ഞാൻ പിച്ച വെച്ച് മുൻപിലേക്ക് വന്നത്. അവരാണ് എൻ്റെ എല്ലാം. എന്നെയും കടന്ന് നീ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ രാമച്ചനെയും ലീലാമ്മച്ചിയും ആയിരിക്കണം. എൻ്റെ ഈ ജീവിതം നശിച്ചു പോകാതെ എനിക്കൊരു സഹായമായി എന്നെ ചേർത്ത് പിടിച്ചവരാണവർ. അവർ രണ്ടുപേരും, പിന്നെ എൻ്റെ സുഹൃത്തുക്കളും. അവൻ ഏറെ വേദനയോടെ പറഞ്ഞു നിർത്തി. അച്ഛനും അമ്മയും ആക്സിഡൻറ്റിലായിരുന്നോ മരിച്ചത്? അവൾ ഏറെ വേദനയോട് അവനോട് ചോദിച്ചു. അതെ, അവർ എന്നെയും കൂട്ടി ക്ഷേത്ര ദർശനം നടത്താനായി മധുരയിലേക്ക് പോയതാണ്. അവർ പോയിരുന്ന ബസ് മറിഞ്ഞായിരുന്നു അപകടം. ഞാനും ആ വണ്ടിയിലുണ്ടായിരുന്ന ചിലരും മാത്രമേ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നുള്ളൂ. ആദ്യമൊക്കെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ പോകണമെന്ന് ആഗ്രഹിച്ചൊരു കുഞ്ഞു മനസ്സുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ആ തറവാട്ടിൽ സഹിച്ചിരുന്നു, അനുഭവിച്ചിരുന്നു. എല്ലാവർക്കും വേണ്ടത് സ്വത്തും പണവും മാത്രമാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യാനും എന്ത് പറയാനും ആരും മടിക്കില്ല. അതെൻ്റെ അനുഭവമാണ്.
ലീലാമ്മച്ചിയും രാമച്ചനും ഇല്ലായിരുന്നെങ്കിൽ ഈ കാണുന്ന കാർത്തികേയൻ ഇന്ന് കാണില്ലായിരുന്നു ആദി. അതൊക്കെ കഴിഞ്ഞില്ലേ? കാർത്തിയേട്ടൻ ആ കൊച്ചു പയ്യനിൽ നിന്ന് വളർന്ന് ഇത്രയും വലിയ ചെറുപ്പക്കാരനായി മാറിയില്ലേ? ഇനിയും ഏട്ടനെ അവരാരും വേദനിപ്പിക്കില്ല. ഒന്നുമില്ലാത്ത ചെറുപ്പക്കാരിൽ നിന്നും ഒരു മുതലാളിയായി ഏട്ടൻ മാറിയില്ലേ? അതുകൊണ്ടൊക്കെ തന്നെയാണ് വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും ഒക്കെ തിരിച്ചു വരവ് പോലും. ഞാനിപ്പോൾ നോക്കി നടത്തുന്ന ഫൈനാൻസ് കമ്പനി എൻ്റെ അച്ഛൻ്റെ പേരിലുള്ളതായിരുന്നു. അച്ഛൻ്റെ മരണശേഷം അത് വല്യച്ഛൻ്റെ കൈകളിലെത്തി. അയാളത് വേണ്ട വിധം പരിഗണിക്കാത്തത് കൊണ്ട് തന്നെ അധികം താമസിയാതെ അച്ഛൻ്റെ ആ സ്വപ്ന സാമ്രാജ്യം അടച്ചു പൂട്ടേണ്ടതായി വന്നു. അന്നെന്നെ സഹായിച്ചത് രാമച്ചനും എൻ്റെ മുത്തച്ഛൻ്റെ അനിയൻ ദേവചന്ദ മുത്തച്ഛനും മാധവി മുത്തശ്ശിയുമാണ്. അന്നെന്നെ സഹായിച്ചത് രാമച്ചനും എൻ്റെ മുത്തച്ഛൻ്റെ അനിയൻ ദേവചന്ദ്ര മുത്തച്ഛനും മാധവി മുത്തശ്ശിയുമാണ്. ഈ കൂട്ടങ്ങൾക്കാകെ പേടി അവരെ മാത്രമാണ്. എന്നിട്ട് അവർ രണ്ടുപേരും എവിടെ? ആദിയുടെ സ്വരം അവൻ്റെ നേർക്കുയർന്നു. അവർ ഇരുവരും നല്ല അമ്പലവിശ്വാസികളാണ് കൊച്ചേ. ഇപ്പോൾ ഒരു തീർത്ഥാടനത്തിന് പോയിരിക്കുക. നമ്മുടെ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ചെറിയ മുത്തശ്ശനും ചെറിയ മുത്തശ്ശിയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അവരുടെ മക്കളൊക്കെ? അത് വലിയ കഷ്ടമാണ് ആതിര കൊച്ചേ. അവർക്ക് ആറ്റുനോറ്റുണ്ടായത് ഒരേ ഒരു മകളായിരുന്നു. അവൾ കൂടെ പഠിച്ച അന്യമതക്കാരനോടൊപ്പം ഒളിച്ചോടി. എന്നിട്ട് പിന്നെ അവരുടേക്ക് തിരികെ വന്നില്ലേ? ഇല്ല കൊച്ചേ, വർഷം ഏതാണ്ട് 10-30 ആദ്യമൊക്കെ മുത്തച്ഛൻ അവരെ കണ്ട കൊല്ലും തിന്നും എന്നൊക്കെയായിരുന്നു. പണ്ടത്തെ ആളുകളല്ലേ. ഇപ്പം അങ്ങനൊന്നുമില്ല. പക്ഷെ അവർ എവിടെയാണെന്ന് അറിയുകയില്ല. ടെൻഷൻ ആകണ്ട കാർത്തിയേട്ടാ. ആ അച്ഛനെയും അമ്മയും കാണാൻ ആ ആൻറ്റി ഉറപ്പായും വരും. വരട്ടെ, അതുതന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അല്ല പെണ്ണെ, ഈ രാത്രി വെറുതെ ഇങ്ങനെ സംസാരിച്ച് കളയണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ അരികിലേക്ക് ചെറു പുഞ്ചിരിയോടെ നടന്നെടുത്തു. ഏട്ടാ. അവൻ അടുത്തേക്ക് വന്നതും അവളുടെ സ്വരം വിറച്ചു. അത് കേട്ടതും അവൻ്റെ ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. സമയം കുറേയായി, നീ കിടന്നോ. അവളുടെ പേടിയും ടെൻഷനുമൊക്കെ കണ്ട് കാർത്തി ഒരു ചിരിയോടെ പറഞ്ഞതും അവൾ ഭയത്തോടെ അവനെ നോക്കി. പേടിക്കണ്ട കൊച്ചേ, നിന്റെ അനുവാദമില്ലാതെ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. അത്രയ്ക്ക് നീചനൊന്നും അല്ല ഞാൻ. എനിക്കുണ്ട് അമ്മയും പെങ്ങളും ഒക്കെ. ആളുകളോട് വഴക്കുണ്ടാക്കുമെങ്കിലും ഞാനത്ര പിഴയൊന്നും അല്ല കൊച്ചേ. അവൻ്റെ ആ തുറന്നു പറച്ചിൽ അവളെ വല്ലാതെ വേദനിപ്പിച്ചു. സോറി കാർത്തിയേട്ടാ, ഞാൻ. അതിന് നീ എന്ത് ചെയ്തെന്നാ കൊച്ചേ? നിന്നെ നിർബന്ധിച്ച് വിവാഹം കഴിച്ചത് ഞാനല്ലേ? ആദ്യമായി ഇവിടേക്ക് കയറി വന്നിട്ട് എന്തെങ്കിലും ഒരു സന്തോഷം നിനക്ക് തരാൻ എനിക്ക് കഴിഞ്ഞോ? അങ്ങനെയൊന്നും ആലോചിക്കേണ്ട കാർത്തിയേട്ടാ. സ്വന്തം വീട്ടിൽ കിട്ടുന്നതിൽ കൂടുതൽ സന്തോഷവും സമാധാനവും എനിക്കിവിടുന്ന് കിട്ടുന്നുണ്ട്. അതിൽ കൂടുതലൊന്നും ഞാനും ആഗ്രഹിക്കുന്നില്ല. ഏട്ടൻ അറിയുമോ, മനസമാധാനമായി ഞാനൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന്. ഒന്നുറങ്ങാൻ പോലുമുള്ള സ്വാതന്ത്ര്യം എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നില്ല. സ്വന്തം അച്ഛനും അമ്മയും കാണിക്കുന്ന ഈ വേർതിരിവ് സഹിച്ചാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. എന്തിനാണ് ഈ വേർതിരിവ് എന്ന് പോലും അറിയാതെയാണ് ഞാൻ ഇത്രയും കാലം അവിടെ ജീവിച്ചത്. ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛൻ്റെയും അമ്മയുടെയും വായിൽ നിന്നും കേൾക്കുന്നത് ശാപം പിടിച്ച വാക്കുകളാണ്. ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനോ, എന്തിന് ഒരു നേരത്തെ ഭക്ഷണം പോലും കണക്ക് കേൾക്കാതെ കഴിക്കാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ഈ നേരം വരെ എനിക്ക് സന്തോഷമായിരുന്നു. സത്യത്തിൽ രാവിലെ ആ മുഹൂർത്തത്തിൽ ഈ താലി ഏറിയപ്പോൾ എനിക്ക് നിങ്ങളോട് വെറുപ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ അവനൊരു പുഞ്ചിരിയോടെ അവളോട് ചോദിച്ചു. ഇപ്പോൾ ഈ താലിയോടൊരു കുഞ്ഞിഷ്ടമൊക്കെ ഉണ്ട്. ആണോ? അതേ കാർത്തിയേട്ടാ. അത് കേട്ടതും അവൻ അവളെ ബെഡിലേക്കിരുത്തി. അവൻ്റെ കൈവിരലുകൾ തോളിൽ പതിഞ്ഞതും ആദ്യം അവനെ ഞെട്ടലോടെ നോക്കി. നേരം കുറേ ആയില്ലേ, നമുക്ക് കിടക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളിൽ നിന്നും വിട്ടുമാറി. അത് കേട്ടതും അവൾ ബെഡിലേക്ക് കിടന്നുകൊണ്ട് അവനെ ഒന്ന് നോക്കി. അത് കണ്ടതും അവൻ ബെഡ് ലാമ്പ് ഓൺ ചെയ്ത് നോക്കി. ബാക്കി ലൈറ്റ്സൊക്കെ ഓഫാക്കി അവളുടെ അരികിലേക്ക് വന്നു കിടന്നു. എന്താ കൊച്ചേ, ഉറങ്ങുന്നില്ലേ? അവളുടെ നോട്ടം കണ്ട് അവൻ തിരക്കി. ഉറങ്ങണം. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ?
അതിന് ഞാൻ നിന്നോട് കള്ളമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ആദി. അതല്ല കാർത്തിയേട്ടാ. പിന്നെ ഏട്ടാ, ഏട്ടൻ എന്നെ വിവാഹം കഴിച്ചത് ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണോ? അതോ നീ എന്താണ് ആദി ഉദ്ദേശിച്ചത്? അവൻ അവളോട് ചോദിച്ചു. അല്ല, എനിക്കറിയാം ഏട്ടൻ അച്ഛനോട് പറഞ്ഞതൊക്കെ ഞാനും കേട്ടിരുന്നു. എന്താ നീ കേട്ടത്? അവൻ വീണ്ടും അവളോട് തിരക്കി. അച്ഛന് കൊടുക്കാനുള്ള പണത്തിന് പകരമായിട്ട് എന്നെ ഏട്ടൻ വിലക്കെടുത്തതല്ലേ? അത് കേട്ടതും അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞത് ഒരു കുഞ്ഞു പുഞ്ചിരിയായിരുന്നു. ആ പുഞ്ചിരി കണ്ടതും അവൾ വിചാരിച്ചത് അവൻ തന്നെ പുച്ഛിക്കുകയാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവളുടെ മിഴികൾ എന്തിനെന്നില്ലാതെ നിറയാൻ തുടങ്ങി. അത് കണ്ടതും അവൻ്റെ ചുണ്ടിലെ ആ മനോഹരമായ പുഞ്ചിരി അതോടെ മാഞ്ഞു. എന്താ ആദി ഇത്? ഇത്രേ ഉള്ളോ താൻ? അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. എൻ്റെ കുഞ്ഞോ, നിന്നെ ഞാൻ വിവാഹം കഴിച്ചത് പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ്. അതായത് ശരിക്കും ഇഷ്ടത്തോടെ. അത് കേട്ടതും ആ പെണ്ണിൻ്റെ നിറഞ്ഞ മിഴികൾ വിടർന്നു. അതേടി പെണ്ണെ, എൻ്റെ മുത്തശ്ശൻ്റെ കൂട്ടുകാരനായിരുന്നു നിന്റെ മുത്തശ്ശൻ. അതുകൊണ്ട് തന്നെ നിന്റെ കുടുംബത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും നിന്റെ മുത്തശ്ശൻ എൻ്റെ മുത്തശ്ശനോട് പറയുമായിരുന്നു. ചിലതൊക്കെ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. നിനക്കറിയാമോ പെണ്ണെ, നിന്റെ വീടിൻ്റെ അതുവഴി ഞാൻ കറങ്ങാറുള്ളത് നിന്നെ ഒരു നോക്ക് കാണാനായിരുന്നു. അന്നത് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിലൊരു ഉറപ്പുമില്ലായിരുന്നു പെണ്ണെ. എൻ്റെ മുത്തശ്ശൻ പറഞ്ഞ് നിന്റെ അവസ്ഥയെക്കുറിച്ച് അറിയുമ്പോൾ നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു പിടപ്പായിരുന്നു. എങ്ങനെ ആ നരകത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാമെന്നതിനെക്കുറിച്ച് ഞാൻ രാവെളുക്കോളം ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്. അന്നൊന്നും പ്രണയമായിരുന്നില്ല. ആ വീട്ടിൽ നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന വെറും സഹതാപം, അത് പതുക്കെ വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഒരു സൗഹൃദമുണ്ടാക്കാൻ ഞാൻ നിന്റെ മുൻപിലേക്ക് വന്നത്. അവിടെ നിനക്ക് ഞാൻ വെറും കവലച്ചട്ടമ്പി മാത്രമായിരുന്നു. അവിടെ നമുക്കിടയിൽ വളർന്നത് ശത്രുതയും. അപ്പോഴും നിന്റെ കാര്യങ്ങൾ അറിയാതെ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നീ സ്റ്റെപ്പിൽ നിന്നും വീണ് കാലിന് പരിക്കേറ്റത്. നിന്നെ എങ്ങനെ വന്ന് കാണുമെന്ന ചിന്തയിലിരുന്നപ്പോഴാണ് നിന്റെ അമ്മ എൻ്റെ കയ്യിൽ നിന്നും പലപ്പോഴായി വാങ്ങിയ പണത്തിൻ്റെ കാര്യം ഞാൻ ഓർത്തത്. പിന്നെ അതിൻ്റെ പേരിലായി വരവൊക്കെ. ആ വരവിൽ നീ കയറിയത് എൻ്റെ ഹൃദയത്തിലായിരുന്നു. നിന്റെ അന്നത്തെ അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ മാത്രം എനിക്കെന്ത് ഗുണമാ കാർത്തിയേട്ടാ ഉള്ളത്? അച്ഛനും അമ്മയ്ക്കും വേണ്ടാത്തവൾ, ജാതകദോഷക്കാരി, അങ്ങനെ ഒരുപാട് വർണ്ണനകൾ അവൾ ഏറെ വേദനയോടെ പറഞ്ഞു നിർത്തി. ഇനി അതൊന്നും നീ ആലോചിക്കണ്ട. നിനക്കിനി അങ്ങോട്ടെന്നും ഒരു താങ്ങും തണലുമായി മരണം വരെ ഞാനുണ്ടാകും. ഭർത്താവ് എന്നതിനുപരി ഞാൻ നിനക്ക് നല്ലൊരു സുഹൃത്തായിരിക്കും. കാർത്തികേയൻ അവൾക്ക് വാക്ക് നൽകി. എനിക്കങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല കാർത്തിയേട്ടാ. ഒരു ദിവസമെങ്കിലും മനസമാധാനത്തോടെ ആരെയും പേടിക്കാതെ കഴിയണം. അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഒരു ദിവസമല്ല പെണ്ണെ, നമുക്ക് ജീവിക്കാൻ ഒരായുഷ്കാലം മുഴുവൻ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുകയല്ലേ? അവൻ അവളോടായി പറഞ്ഞതും അവളൊരു കുഞ്ഞു പുഞ്ചിരിയോടെ അവനോട് ചേർന്ന് കിടന്നു. എന്നാൽ ഇതേ സമയം സത്യനും രാധികയും അതുപോലെ സാവിത്രിയും മറ്റും ഉറക്കം വെടിഞ്ഞ് ആതിരെ എങ്ങനെ ഓടിക്കും എന്നതിനെ പറ്റിയുള്ള ചർച്ചയിലായി. എൻ്റെ അമ്മായി, ആ പെണ്ണിനെ ഇവിടുന്ന് ഓടിക്കുക എന്നത് വലിയ റിസ്ക്കുള്ള പണിയാണ്. അത് മാത്രമല്ല, കാർത്തിയേട്ടൻ്റെ സ്വഭാവം ഞാൻ പറയാതെ തന്നെ അമ്മായിക്ക് അറിയാലോ. നമ്മൾ എന്തെങ്കിലും ആ പെണ്ണിനെ ചെയ്താൽ കാർത്തിയേട്ടൻ അത് എങ്ങനെ കാണുമെന്ന് പറയാൻ കഴിയില്ല. ഇതൊക്കെ കേട്ട് നിന്ന് വർഷ അവരോട് തുറന്നു പറഞ്ഞു. പിന്നെ ഇവൻ കാണിക്കുന്ന ഈ തോന്നിവാസമെല്ലാം സഹിക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? രാധിക വർഷയ്ക്ക് നേരെ ശബ്ദമുയർത്തി. എൻ്റെ പൊന്നമ്മായി, നിങ്ങളിപ്പോൾ ആ പെണ്ണിനെതിരെ എന്തേലും ചെയ്താൽ കാർത്തിയേട്ടൻ തന്നെ നമ്മളെ ഇവിടുന്ന് പുറത്താക്കും. ഈ വീടെല്ലാവർക്കും അവകാശമുണ്ടെന്ന് നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, അത് സ്ഥാപിച്ചെടുക്കുന്നത് വരെ മൗനമാണ് നമുക്കെല്ലാവർക്കും നല്ലത്. കാരണം ഈ വീടിപ്പോൾ ഉള്ളത് കാർത്തിയേട്ടൻ്റെ പേരിലാണ്. അതാരും മറക്കരുത്. അവനെ വെറുപ്പിച്ചുകൊണ്ട് എന്തേലും ചെയ്താ നഷ്ടം നമുക്ക് മാത്രമാ. വർഷ അവരെ ഓർമ്മിപ്പിച്ചതും സത്യൻ്റെ സ്വരം അവിടെ ഉയർന്നു. വർഷമോൾ പറഞ്ഞാലും കാര്യമുണ്ട് രാധികെ. നമ്മളിപ്പോൾ എന്തേലും പറഞ്ഞാലോ പ്രവർത്തിച്ചാലോ നഷ്ടം നമുക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കണമെന്നാണോ ഏട്ടൻ പറഞ്ഞു വരുന്നത്? രാധിക അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. അങ്ങനെയല്ല രാധു,
ഇപ്പം നമ്മൾ അവനെതിരെ സംസാരിച്ചാൽ അത് വെച്ചിട്ടാകും പിന്നെ അവൻ്റെ പ്രവൃത്തികളൊക്കെ. അതുപോലെ ആ പെണ്ണിനും ഒരു എല്ലു കൂടുതലാ. അത് ഏട്ടൻ പറഞ്ഞത് വളരെ ശരിയാ. സാവിത്രി അയാളെ അനുകൂലിച്ചു. അതുകൊണ്ട് ഈ രാത്രിയിൽ അതിനെപ്പറ്റി കൂടുതൽ സംസാരം ഒന്നും വേണ്ട. എല്ലാവരും അവരവരുടെ മുറിയിൽ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ബാക്കിയൊക്കെ നമുക്ക് നാളെ നോക്കാം. സത്യൻ എല്ലാവരെയും അവരവരുടെ മുറിയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് അയാളുടെ റൂമിലേക്ക് നടന്നു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ആദി തീർത്തും സമാധാനത്തോടെ കാർത്തികേയൻ്റെ സാമീപ്യത്തിൽ നിദ്രയിലാണ്ടു. കാർത്തിയും ആ നിമിഷം വളരെയധികം ആസ്വദിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ ആദിയുടെ ശബ്ദമാണ് അവനെ നീണ്ട ഉറക്കത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. മിഴികൾ തുറന്നതും കുളിച്ചൊരുങ്ങി ഐശ്വര്യത്തോടെ നിൽക്കുന്ന ആദിയെ കണ്ട് അവൻ്റെ ചൊടിയിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. ഗുഡ് മോർണിംഗ് വൈഫി. ഗുഡ് മോർണിംഗ് കാർത്തിയേട്ടാ. അവൾ ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ തന്നെ അവനുള്ള മറുപടി നൽകി. അല്ല പെണ്ണേ, നീ ഇത്ര കാലത്തെ എഴുന്നേറ്റ് എങ്ങോട്ടേലും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അവൻ അവളുടെ നിൽപ്പ് കണ്ടുകൊണ്ട് ചോദിച്ചു. ദേ മനുഷ്യ, സമയം 8 നിന്ന് കിന്നരിക്കാതെ എഴുന്നേറ്റ് ഫ്രഷായി വാ, ഞാൻ കുടിക്കാൻ ചായ എടുക്കാം. അത് കേട്ടതും കാർത്തി ഞെട്ടിക്കൊണ്ട് മേശയുടെ മേലിരുന്ന ഫോൺ കയ്യിലെടുത്ത് പരിശോധിച്ചു. അതിൽ തെളിഞ്ഞിരിക്കുന്ന നമ്പർ കണ്ടതും വിശ്വാസം വരാതെ അവൻ അതിലേക്ക് തന്നെ നോക്കി നിന്നു. എൻ്റെ കാർത്തിയേട്ടാ, നിങ്ങൾ എത്ര അതിലേക്ക് നോക്കിയാലും 8 മണി എന്നത് 6 മണിയാകില്ല. എൻ്റെ മാഷേ, അതുകൊണ്ട് സമയം കളയാതെ പോയി ഫ്രഷായി വാ. അവൾ അവനെ നിർബന്ധിച്ച് വാഷ്റൂമിലേക്ക് പറഞ്ഞയച്ചു. അവൻ ഫ്രഷാകാനായി വാഷ്റൂമിലേക്ക് കയറിയതും അവർ കിടന്ന ബെഡ് കുടഞ്ഞു വിരിച്ചുകൊണ്ട് അവനെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴേക്കും അവൻ കുളിച്ച് ഫ്രഷായി ആദിക്ക് മാത്രം അവകാശപ്പെട്ട ആ കുഞ്ഞു പുഞ്ചിരിയോടെ അവൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു. ഇനി നമുക്ക് താഴോട്ട് പോയാലോ? ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് അവളോട് ചോദിച്ചതും അവൾ അതിന് സമ്മതം മൂളിക്കൊണ്ട് അവനോട് ചേർന്ന് തന്നെ താഴേക്ക് നടന്നു. ഈ സമയം രാധികയും സാവിത്രിയും ആദിയെ നിരീക്ഷിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അവളുടെ രീതികളും പ്രവൃത്തികളുമൊന്നും ഇഷ്ടപ്പെടാതെ അവർ ഇരുവരും പരസ്പരം അവളെ കുറ്റപ്പെടുത്തി അതിൽ ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരുന്നു. കണ്ടില്ലേ രാധു, ആ പെണ്ണിൻ്റെ അഹമ്മതി വന്നു കയറിയതും അടുക്കളയിലേക്കാണ്. അതിനെന്താ സാവിത്രി, ബാല്യക്കാരി പെണ്ണുങ്ങൾ നിൽക്കേണ്ടതും അടുക്കളയിൽ തന്നല്ലേ? അവർ അല്പം പുച്ഛത്തോടെ തന്നെ സാവിത്രിക്ക് മറുപടി കൊടുത്തു. ഇവരുടെ ഈ സംസാരമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ആദിയും കാർത്തിയും അവിടേക്ക് നടന്നു വന്നത്. അതോടെ അവരാ സംസാരം നിർത്തിക്കൊണ്ട് കാർത്തിയുടെ നേരെ തിരിഞ്ഞു. എൻ്റെ കാർത്തി, ഞങ്ങളോടുള്ള ദേഷ്യത്തിൽ നീ ഓരോന്ന് കാണിക്കുമ്പോൾ നിനക്ക് നഷ്ടമാകുന്നത് നിന്റെ ജീവിതമാണ്. മനസ്സിലായില്ല, രാധമ്മ എന്താ പറഞ്ഞു വരുന്നത്? കാർത്തി അല്പം തണുപ്പൻ മട്ടിൽ പറഞ്ഞതും രാധ കുറച്ചുകൂടി താഴ്മയോടെ സംസാരിക്കാൻ തുടങ്ങി. മോനെ, വിവാഹം എന്ന് പറയുന്നത് ഒരു പുതിയ ചുവടുവയ്പ്പാണ്. ആ ചുവടൊന്ന് പിഴച്ചാൽ സ്വന്തം ജീവിതം തന്നെ ഇല്ലാതാകും. അങ്ങനെ പിഴയ്ക്കുന്നൊന്നല്ല രാധമ്മേ എൻ്റെ ജീവിതം. ഒരുപാട് കൂട്ടിയും കുറുക്കിയും ഞാൻ കണ്ടെത്തിയ എനിക്ക് അനുയോജ്യയായ പെണ്ണാണ് ആതിര. നിങ്ങൾക്ക് ചിലപ്പോൾ വെറും ഒരു ബാല്യക്കാരിയാകാം, എന്നാൽ ഈ കാർത്തിക്ക് അതങ്ങനെയല്ല. ഇതെൻ്റെ ജീവിതമാണ്, അതുപോലെ ഞാൻ കണ്ടെത്തിയ എൻ്റെ പ്രണയവും. കാർത്തികേയൻ പറഞ്ഞു നിർത്തി. മോനെ, നീ എന്തൊക്കെ പറഞ്ഞാലും മനക്കൽ തറവാടിനൊരു അന്തസ്സുണ്ട്. അത് കളഞ്ഞു കുളിക്കാൻ ഈ സത്യൻ ആരെയും അനുവദിക്കില്ല. എൻ്റെ വല്യച്ഛ, ഞാൻ ആതിരെ വിവാഹം കഴിച്ചതാണോ നിങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ പ്രശ്നം? അതുപോലെ ഇവളുടെ വരവോടെയാണോ ഈ കുടുംബത്തിൻ്റെ അന്തസ് ഇല്ലാതായത്? അവൻ എണ്ണി അവരോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ഒരു ചോദ്യത്തിനുമുള്ള ഉത്തരം അവരുടെ പക്കൽ ആ സമയം ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു മറ്റൊരു സത്യം. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവർ മൗനം പൂണ്ടു. എന്താ, വല്യച്ഛനൊന്നും പറയാനില്ലേ? അയാളുടെ നിൽപ്പ് കണ്ടതും അവൻ വീണ്ടും ചോദിച്ചു. ഡാ കാർത്തി, നീ ആരോടാ ഇങ്ങനെ കയർക്കുന്നതെന്ന് നിനക്കറിയാമോ? ഇതൊക്കെ കേട്ടുകൊണ്ട് അവരുടെ അരികിൽ നിന്ന് രാധയുടെ സ്വരമുയർന്നു. സത്യനും രാധികയും സാവിത്രിയും ഒരുപോലെ മുന്നോട്ട് വന്നതും ആദ്യം ഒരു നിമിഷം സ്റ്റക്കായി നിന്നു. എന്നാൽ പെട്ടെന്നുള്ള കാർത്തിയുടെ ആ ചേർത്ത് പിടിക്കൽ അവൾക്ക് ആ വേദനയിൽ ഒരാശ്വാസമായിരുന്നു. അതൊക്കെ പോട്ടെ, ഇനി നിന്റെ ഉദ്ദേശം എന്താ? ഇതൊക്കെ കേട്ട് നിന്ന് സത്യൻ വീണ്ടും ചോദിച്ചതും കാർത്തി ഒന്നുകൂടെ ആദ്യം തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് തുടർന്നു. എന്തുദ്ദേശം? അങ്ങനെ പറയത്തക്ക രീതിയിൽ കാര്യമായിട്ടൊന്നുമില്ല. സാധാരണ വിവാഹം കഴിഞ്ഞിട്ടുള്ള ദാമ്പത്യം എങ്ങനെയാണ്,
അതുപോലെ തന്നെ ജീവിക്കാനാണ് ഞങ്ങൾക്കും ഇഷ്ടം. അത് നടക്കില്ലെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ കാർത്തി. അതിനെനിക്ക് നിങ്ങളുടെ സമ്മതം ആവശ്യമില്ല. കാർത്തിയും അയാൾക്ക് വിട്ടുകൊടുക്കാതെ അയാളുടെ നേരെ തട്ടിക്കേറി. ഡാ, മനക്കൽ തറവാടിൻ്റെ ഒരു അന്തസ്സുണ്ട്, അത് മറന്ന് പ്രവർത്തിക്കരുത്. ശക്തിയോടെ തുറന്നടിച്ച സംസാരം കേട്ടതും സത്യൻ അവൻ്റെ നേരെ ആക്രോശ വാക്കുകൾ പൊഴിച്ചു. അത് കേട്ടതും കാർത്തിയും വിട്ടുകൊടുക്കാതെ അയാളുടെ നേരെ അലറി. ഇതൊക്കെ കേട്ടു നിന്നാദി അവരുടെ ഇടയ്ക്ക് കയറി. ഏട്ടാ വേണ്ട, മതി മോളെ. ഏട്ടനൊന്നും ഇനി പറയണ്ട. ഇവരുടെയൊക്കെ സംസ്കാരം ആരും പറയാതെ തന്നെ എനിക്കിപ്പോൾ അറിയാം. നമ്മളും അവരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയ അവരുടെ നിലവാരത്തിലേക്ക് നമ്മുടെ സംസ്കാരവും താഴും. ഓഹോ, അപ്പോൾ കൊച്ചമ്മ പറഞ്ഞു വരുന്നത് എൻ്റെ സഹോദരന് സംസ്കാരമില്ലെന്നാണോ? ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന സാവിത്രി അവളുടെ നേരെ ഒച്ച ഉയർത്തി. അയ്യോ മേഡം, നിങ്ങളുടെ സംസ്കാരം വിലയിരുത്താൻ മാത്രം വലിയ സംസ്കാരത്തിൽ പിറന്നവളൊന്നുമല്ല ഞാൻ. ആതിര പുച്ഛത്തോടെ തുടർന്നു. അത് ഞങ്ങൾക്കറിയാടി. നിന്റെ സംസ്കാരം തന്നെയാണല്ലോ ഞങ്ങളുടെ കൊച്ചനെ കറക്കിയെടുത്തത്. സാവിത്രിയും രാധികയും വിടാൻ ഭാവമില്ലാതെ അവളോട് ചൊറിഞ്ഞുകൊണ്ടിരുന്നു. ഒപ്പം സത്യനും സാവിത്രിയുടെ മക്കളും. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതേ സമയം ഗാംഭീര്യം നിറഞ്ഞ സ്വരം ആ തറവാട്ടിലുയർന്നു. അത് കേട്ടതും ഏവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി. ദേവച്ച, ഇതാണ് ഈ തറവാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പ്രായമുള്ള വ്യക്തിയെ കണ്ടതും രാധികയുടെ സ്വരം താണു. എന്നാൽ കാർത്തികേയൻ്റെ കണ്ണിൽ അവരെ കണ്ടതും സന്തോഷത്തിൻ്റെ പൂത്തിരികൾ വിരിഞ്ഞു. അയാളുടെ ചുണ്ടിലും ഒരു കുഞ്ഞു പുഞ്ചിരി കാർത്തികേയന് വേണ്ടി വിരിഞ്ഞിരുന്നു. ചെറിയ മുത്തശ്ശ, നിങ്ങൾ അമ്പലവാസമൊക്കെ കഴിഞ്ഞ് എപ്പോൾ തിരിച്ചെത്തി? അവൻ അത്ഭുതത്തോടെ അവരോട് ചോദിച്ചു. ഞാനും മാധവിയും പുലർച്ചെ തന്നെ തിരിച്ചെത്തിയിരുന്നു. എന്നിട്ട് മാധു മുത്തശ്ശി എവിടെ? കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെയുണ്ട് ചെറുക്ക. പ്രായമേറിയ സ്ത്രീ അടുക്കളയിൽ നിന്നും പതിയെ നടന്നു വന്നു. അവരെ കണ്ടതും കാർത്തികേയൻ ഓടിച്ചെന്ന് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദിയുടെ നേരെ തിരിഞ്ഞു. ആദി, ഇതാണ് എൻ്റെ അച്ഛൻ്റെ അനിയൻ ദേവചന്ദ്രൻ എന്ന ദേവച്ചനും ഭാര്യ മാധവി എന്ന മാധുക്കുട്ടിയും. എൻ്റെ ലീലേച്ചിയും രാമേട്ടനെയും പോലെ എൻ്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികൾ. കാർത്തികേയൻ അവരെ അങ്ങനെ സംബോധന ചെയ്തതും സത്യനും കൂട്ടരും ആകെ വല്ലാതായി. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ കാർത്തികേയൻ തൻ്റെ ഭാര്യയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും അവരുടെ നോട്ടം ആദിയിലായി. അത് കണ്ടതും അവൾ സ്വതവേ ഉള്ള പുഞ്ചിരിയോടുകൂടെ അവരുടെ കാലിലേക്ക് വീണ അനുഗ്രഹം വാങ്ങി. ആദിയുടെ ആ നോട്ടവും ചിരിയുമൊക്കെ അവർക്കൊറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമായി. മോളുടെ പേര് ആതിര എന്നാണല്ലേ? ഇവൻ എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു. അതുപോലെ മോളുടെ കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞ് എനിക്കും ദേവേട്ടനും എല്ലാവർക്കും നല്ലപോലെ അറിയാം. പക്ഷേ ഈ വിവാഹം, അത് ഞങ്ങളെ ഞെട്ടിച്ചു. കാരണം ഇങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതൊരു സത്യം തന്നെയാണ്. അതിനർത്ഥം മോളെ ഇഷ്ടമായില്ല എന്നൊന്നുമല്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടമായി. ഞങ്ങളുടെ കാർത്തിക്ക് ചേരുന്ന പെണ്ണ് തന്നെയാ നീ. മാധവി അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. ഇതൊക്കെ കണ്ട് രാധികയ്ക്കും സാവിത്രിക്കും എരിഞ്ഞു കയറി. അതൊക്കെ മാധു മുത്തശ്ശിയും കാണുന്നുണ്ടായിരുന്നു. പിന്നെ അവർ എന്തോ ഓർത്തതുപോലെ അവർ അവരുടെ നേർക്ക് തിരിഞ്ഞു. അല്ല, നിങ്ങളെല്ലാം എന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങോട്ട്? സാധാരണ കാർത്തിമോൻ്റെ ഈ ചെറിയ കുടിലോട്ട് ആരെയും കാണാത്തതാണല്ലോ. എന്തായാലും ഇത് അതിശയമായിപ്പോയി. മാധവി അവരെ കളിയാക്കി. അതോടെ രാധികയും സാവിത്രിയും ഒന്നും മിണ്ടാതെ അകത്തേക്ക് വലിഞ്ഞു. ഒപ്പം സത്യനും സാൻവി ഒഴിച്ചുള്ള അവരുടെ പിള്ളേരും. ഇതൊന്നും കണ്ട് ഏട്ടത്തി ടെൻഷൻ അടിക്കണ്ട. എൻ്റെ അമ്മയുടെയും അമ്മായിയുടെയും സ്വഭാവം ഒരു പ്രത്യേക തരത്തിലുള്ളതാ. സ്വത്തും പണവും ആഭരണവും ഒക്കെയാണ് അവരുടെ ജീവിതം. അതിനപ്പുറം ഒന്നും അവർ കണ്ടിട്ടില്ല. സാൻവി ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി. സ്നേഹത്തോടെയുള്ള അവളുടെ പെരുമാറ്റം ആദിക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ സാൻവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാധവിക്ക് നേരെ തിരിഞ്ഞു. ചെറിയ മുത്തശ്ശി ഇരിക്കെ, ഞാൻ രാവിലത്തേക്ക് എന്തേലും ഉണ്ടാക്കാം. അതൊന്നും വേണ്ട മോളെ, ലീല രാവിലെ തന്നെ വന്നിട്ടുണ്ട്. മോളുകൂടി ചെന്ന് കാർത്തിമോന് വേണ്ടത് കൊടുക്ക്. അപ്പോഴേക്ക് ഞാൻ രാവിലെ കഴിക്കാനുള്ള മരുന്നൊക്കെ ദേവേട്ടന് കൊടുക്കട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് അവർ ദേവചന്ദ്രനെ കൂട്ടി അവരുടെ റൂമിലേക്ക് നടന്നു. എന്നാലും എൻ്റെ സാവിത്രി, ആ പെണ്ണ് ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു? മാധവിയമ്മയും ദേവച്ചനെയും പോലും ആ പെണ്ണ് കയ്യിലെടുത്തു. അത്രയ്ക്ക് മിടുക്കിയാണവൾ, ഊരും പെറ്റവൾ. രാധിക പിറുപിറുത്തു. എൻ്റെ മനസ്സിലും അതൊക്കെ തന്നെയാണ് രാധു. എന്നാലും
ഈ പെണ്ണ് ഇതൊക്കെ എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചെടുത്തു എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്. എൻ്റെ അമ്മേ, ആ പെണ്ണ് പഠിച്ച കള്ളിയാണ്. എൻ്റെ ഫ്രണ്ട് നയനയില്ലേ, അവളുടെ വീടിനടുത്താ ഈ പെണ്ണിൻ്റെ വീട്. എന്നിട്ട് ഈ പെണ്ണ് അവിടുത്തെ ബാല്യക്കാരി പെണ്ണൊന്നുമല്ല. പിന്നെ? സാവിത്രി വിദ്യ പറയുന്നത് കേട്ട് അവളെ സംശയത്തോടെ നോക്കി. അതേന്ന്, ഈ പെണ്ണ് മേലേടത്തെ രഘുവിൻ്റെ മകൾ തന്നെയാ. നിറവില്ലായ്മയും ജാതത്തിലുള്ള ദോഷവും കൊണ്ട് ആ കുടുംബത്തിൽ തന്നെ വെറുക്കപ്പെട്ടവൾ. അവളുടെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമൊക്കെ അവളെ വെറുപ്പാ. ജനിച്ച് ഈ കാലം വരെ ആ വീട്ടിലൊരു ജോലിക്കാരുടെ സ്ഥാനം മാത്രമേ ആതിരയ്ക്കുണ്ടായിട്ടുള്ളൂ. അതൊക്കെ ശരി തന്നെ. ഇവനെ ഈ പെണ്ണും ഈ പെണ്ണിനെ ഇവനും എങ്ങനെ കണ്ടുമുട്ടിയത്? ഇതൊക്കെ കേട്ടു നിന്ന രാധികയുടെ സ്വരം ഉയർന്നതും അതിന് മറുപടി എന്നോണം സത്യൻ പറഞ്ഞു തുടങ്ങി. ഓ, അതിവളുടെ അച്ഛൻ കാർത്തികേയൻ്റെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു. അത് തിരികെ കിട്ടാനായി ഇവൻ നിരന്തരം അവരുടെ വീട് കയറി ഇറങ്ങുമായിരുന്നു. അങ്ങനെയായിരിക്കും ഇവൻ ആ പെണ്ണിനെ ചാക്കിലാക്കിയത്. എന്തായാലും കൊമ്പത്ത് തന്നെ അവൾ പിടിച്ചിരിക്കുന്നത്. കാർത്തിക്ക് പറയാൻ അധികമൊന്നും ഇല്ലെങ്കിലും അവൻ്റെ മുത്തശ്ശൻ ഈ കാണുന്നതൊക്കെ അവൻ്റെ പേരിലല്ലേ കൊടുത്തിരിക്കുന്നേ? രാധിക അല്പം ദേഷ്യത്തോടെ പറഞ്ഞതും സത്യൻ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് തുടർന്നു. നീ ടെൻഷൻ അടിക്കാതെ രാധികെ. നമുക്ക് കിട്ടാനുള്ളത് ഒരാതിരയും സ്വന്തമാക്കില്ല. അതിന് ഞാൻ സമ്മതിക്കേയില്ല. ഏട്ടാ, അതിന് നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ അവൻ്റെ വിവാഹമായിരുന്നു. അതുതാ ഒരു പിച്ചക്കാരി പെണ്ണുമായി കഴിയുകയും ചെയ്തു. ഇവൾക്ക് പകരം സാവിയുടെ ഭർത്താവിൻ്റെ അനിയത്തിയുടെ മകളായിരുന്നുവെങ്കിൽ നമുക്ക് നേട്ടമായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നടക്കാനുള്ളത് നടന്നു. ഇനി ബാക്കി കാര്യം എന്താണെന്ന് നോക്കാം, സാവിത്രി അവരോടായി പറഞ്ഞു. അല്ല സാവി, കരുണൻ എവിടെ? എഴുന്നേറ്റില്ലേ? അളിയനെ കാണാതായപ്പോൾ സത്യൻ തിരക്കി. ഓ, ഏട്ടൻ രാവിലെ നടക്കാനിറങ്ങി സത്യേട്ടാ. ഇന്നലെ കല വിളിച്ചിരുന്നു. കാർത്തിയുടെ വിവാഹമറിഞ്ഞ് ആകെ ബഹളമായിരുന്നു. ആ കൊച്ചിനാണെ വർഷ പറഞ്ഞ് അവനെ വലിയ ഇഷ്ടവുമായിരുന്നു. എങ്ങനെയെങ്കിലും മാധവിയമ്മയോട് ഈ കാര്യം പറഞ്ഞ് കല്യാണിയുടെ ആഗ്രഹം നടത്താനായിരുന്നു എൻ്റെ പ്ലാൻ. എന്നാൽ കാർത്തി എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയില്ലേ സത്യേട്ടാ? അവരുടെയൊക്കെ മുൻപിൽ ഈ സാവി അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. എൻ്റെ സാവി, കാർത്തിയുടെ വിവാഹം കഴിഞ്ഞെന്നുള്ളത് നേരാ. എന്നാ നമ്മളൊന്നത് അംഗീകരിച്ചിട്ടില്ലല്ലോ. നീ ടെൻഷനാകാതെ. നീ ആഗ്രഹിച്ചതുപോലെ കലയുടെ മകൾ തന്നെ ഇവിടെ കാർത്തിയുടെ ഭാര്യയായി മനക്കൽ തറവാടിൻ്റെ മൂത്ത മരുമകളായി നമ്മൾ അവളെ കൊണ്ടുവന്നിരിക്കും. സത്യൻ അവർക്ക് ഉറപ്പ് നൽകി. ഉറപ്പൊക്കെ കൊടുക്കുന്നത് നല്ലതാച്ചാ, പക്ഷേ അത് ആളും തരവും കണ്ടുവേണം. കാരണം കാർത്തിയേട്ടൻ്റെ സ്വഭാവം ഞാൻ നിങ്ങൾക്കാർക്കും പറഞ്ഞു തരേണ്ടല്ലോ. ഇവിടെ ഏട്ടത്തിക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടായെന്ന് വന്നാ പിന്നെ ഈ സഹോദരിക്ക് വാക്കുകൊടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അച്ഛനും ഇവിടുന്ന് പുറത്തായിരിക്കും. ഇതൊക്കെ കേട്ട് അവിടേക്ക് വന്ന സാൻവിയുടെ സ്വരം അവിടെ ഉയർന്നു. ഡി പെണ്ണേ, നീ നിൻ്റെ അച്ഛനെ പഠിപ്പിക്കാറായോ? രാധിക അവളുടെ നേരെ ദേഷ്യപ്പെട്ടു. അയ്യോ, എനിക്കാരെയും പഠിപ്പിക്കുകയൊന്നും വേണ്ട. ഞാൻ നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ. എനിക്ക് വേറെ പണിയുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് സാൻവി അവളുടെ മുറിയിലേക്ക് നടന്നു. ഈ സമയം മായ അടുക്കളയിലാകെ പെട്ടിരിക്കുകയാണ്. തലേ ദിവസം വരെ ഈ വീടിൻ്റെ ഈ ഒരു മുറി ആതിരയ്ക്കായി പതിച്ചു നൽകിയതായിരുന്നു. എന്നാൽ അവളുടെ വിടവ് കാരണം മായയ്ക്ക് വീണ്ടും അടുക്കളയിലേക്ക് കയറേണ്ട വന്നു. അതിൻ്റെ ദേഷ്യത്തിലാണ് മായ. എൻ്റെ അമ്മേ, ഭക്ഷണമൊന്നും ആയില്ലേ? ഇപ്പം തന്നെ നേരെ ഒരുപാടായി. അടുക്കളയിലേക്ക് വന്ന അശ്വതി അവരോട് ചോദിച്ചു. ഓഹോ, എനിക്ക് 2 കയ്യേ ഉള്ളൂ. എന്തൊക്കെ പണികളാണ് ചെയ്യേണ്ടത്? നീയൊക്കെ കഴിക്കാനല്ലാതെ ഈ പരിസരത്ത് വരാറുണ്ടോ? അവർ അവളോട് പുച്ഛത്തോട് ചോദിച്ചു. ഓ, ഈ പറയുന്ന അമ്മയും അങ്ങനെ തന്നെ ആയിരുന്നു. അന്ന് ഒക്കെ ആരോടും ഒരു പരാതിയും പറയാതെ എല്ലാ ജോലികളും സന്തോഷത്തോടെ ചെയ്തു തീർത്തിരുന്നൊരു പെണ്ണിവിടെ ഉണ്ടായിരുന്നു. അവരും ഇതുപോലെ ഓരോ ദിനവും കഷ്ടപ്പെട്ടിരുന്നില്ലേ? എന്നിട്ട് ഒരു ദിവസമെങ്കിലും അമ്മ അവർക്ക് റെസ്റ്റ് കൊടുത്തിരുന്നോ? അശ്വതി അവരെ കുറ്റപ്പെടുത്തി. ഓ, ആതിരയെക്കുറിച്ചുള്ള പ്രസംഗമാണെങ്കിൽ അതിവിടെ വേണ്ട. അത്രയൊക്കെ ആയിട്ടും ആദിയോടുള്ള ദേഷ്യം അവർ അശ്വതിയോട് വ്യക്തമാക്കി. അതിന് മാത്രം എന്ത് തെറ്റാണമ്മേ അവർ നിങ്ങളോട് ചെയ്തേ? എൻ്റെ അറിവിൽ ആരോടും ഒന്നിനും പോകാത്തൊരു പാവം പെണ്ണാണ് ഞങ്ങളുടെ ആദിയേച്ചി. അവർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ വില ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്നാൽ ഇന്ന് ഞങ്ങൾക്കറിയാം അവർ എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ. നിറത്തിൻ്റെയും ശരീരഭംഗിയുടെയും പേരിൽ അവരെ നിങ്ങൾ അടച്ചാക്ഷേപിക്കുമ്പോൾ അതിനുള്ള അർഹത നിങ്ങൾക്കുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുന്നത് നന്നായിരിക്കും. കാരണം നിറമോ വണ്ണമോ ഒന്നുമല്ല
ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ തീരുമാനിക്കുന്നത്. എന്തായാലും മായ എന്ന് ഞങ്ങളുടെ അമ്മയെക്കാളും നല്ല മനസ്സിൻ്റെ ഉടമയാണ് ഞങ്ങളുടെ ചേച്ചി. എല്ലാവരെയും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും കഴിയുന്ന ഒരു മനസ്സ് അവർക്കുണ്ട്. ആ മനസ്സ് ഈശ്വരന്മാർ കണ്ടതുകൊണ്ടാണ് അവരെ ഈ നരകത്തിൽ നിന്നും രക്ഷിച്ചത്. അതിനമ്മ ഇങ്ങനെ അസൂയപ്പെട്ട് ഒരു കാര്യമില്ല. അശ്വതി അവരോട് തീർത്തും പറഞ്ഞു നിർത്തി. അതിന് ഇവളോടൊക്കെ ആരസൂയപ്പെടുന്നു? അതിന് മാത്രം ഒന്നുമില്ല ആതിര. അവളുടെ ജനനശേഷം നിരവധി പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായത്. ഒന്നിനു പിറകെ ഒന്നായി ഒട്ടനവധി പ്രശ്നങ്ങൾ. എൻ്റെ അമ്മയെ പോലും എനിക്ക് നഷ്ടമായത് ഇവളുടെ വരവോടുകൂടിയാണ്. അതുപോലെ നിങ്ങളുടെ അച്ഛന് പോലും ഇവൾ കാരണം ദോഷമാണ് പിള്ളാരെ. 20 വയസ്സിന് ശേഷം അവൾ ഈ വീട്ടിൽ നിന്ന അതിൻ്റെ കേട് നിങ്ങളുടെ അച്ഛനാണ്. സ്വന്തം അമ്മയുടെ താലി ഇറക്കാനായി വേണ്ടി ജന്മം കൊണ്ടവൾ. അവർ അവളുടെ നേരെ പരിഹാസ വാക്കുകൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. തുടരും.